الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ കുറെ കൂടെ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാസം റബീഉൽ അവ്വലാണ്. അതിൻ്റെ ആഘോഷങ്ങളും ആരവങ്ങളും ഏറെക്കുറെ കെട്ടടങ്ങുന്ന ഈ സന്ദർഭത്തിൽ ചരിത്രപരമായി ഈ മാസത്തിനുള്ള ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ചരിത്രപരമായി റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിമീങ്ങൾ ഓർക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതികൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. പ്രവാചകന്റെ ജനനം സംഭവിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. തീയതിയെക്കുറിച്ചുള്ള തർക്കം നിലനിൽക്കുമ്പോൾ പ്രവാചകന്റെ ഹിജ്റ സംഭവിക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. പ്രവാചകന്റെ മരണം സംഭവിക്കുന്നതും ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഫർ 27 മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്ത് സൗർ ഗുഹയിൽ തങ്ങി. പിന്നീട് തിങ്കളാഴ്ച അന്ന് റബീഉൽ അവ്വൽ 1 അവർ രണ്ടുപേരും മദീനയെ ലക്ഷ്യം വെച്ചുള്ള യാത്ര ആരംഭിക്കുന്നു, ഹിജ്റ ആരംഭിക്കുന്നു. അതുണ്ടാകുന്നത് ഈ റബീഉൽ അവ്വൽ മാസം 1 റബീഉൽ അവ്വൽ 8 മറ്റൊരു തിങ്കളാഴ്ച, തൊട്ടടുത്ത തിങ്കളാഴ്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിലെത്തി. അവിടെ ഖുബയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഈ ഹിജ്റ സംഭവിക്കുന്നത് റബീഉൽ അവ്വലിലാണ്. അതൊരു ചരിത്ര സംഭവം. മറ്റൊരു ചരിത്ര സംഭവം, കൃത്യമായി തീയതി കുറിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. അത് സംഭവിക്കുന്നത് റബീഉൽ അവ്വൽ 12 ജനനം 12 8 വേറെ ഡേറ്റിനാണ്. അങ്ങനെ തർക്കിക്കുമ്പോൾ റബീഉൽ അവ്വൽ 12 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്ന വിഷയത്തിൽ അഭിപ്രായാന്തരമേ ഇല്ല. എല്ലാവർക്കും അറിയാവുന്നൊരു ഡേറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ മാസം അവസാനത്തിൽ രോഗിയായി. ആ രോഗം
സഹിച്ചുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ദിവസം പള്ളിയിൽ ഇമാമിനൊന്ന് നമസ്കരിച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെയായി. 4 ദിവസം മുമ്പ് ഒരു വ്യാഴാഴ്ച ഇശാ നമസ്കാരത്തിന് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരാനുള്ള ശ്രമം നടത്തി. ബോധമറ്റു വീണുപോയി. വീണ്ടും ശ്രമം നടത്തി, വീണ്ടും അങ്ങനെ തന്നെയായി. വീണ്ടും ശ്രമം നടത്തി, വീണ്ടും അങ്ങനെ തന്നെയായി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം നൽകട്ടെ നമസ്കാരത്തിന് എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള 17 വക്ത് പ്രവാചകൻ ജീവിച്ചിരിക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ഇമാമായി നിന്നത്. അങ്ങനെ ഹിജ്റ വർഷം 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസത്തെ മദീനയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സങ്കടകരമായ ദിവസമായിരുന്നു. മാ റഅയ്തു യൗമൻ കാന അഹ്സൻ വലാ അൽവഅ മിൻ യൗമി ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ 2 ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, മദീന പ്രശോഭിതമായ, ഇത്ര പുഞ്ചിരിച്ച, സന്തോഷകരമായ, ആഹ്ലാദഭരിതമായ ഒരു മദീനയായി ഞങ്ങൾ കണ്ടിട്ടില്ല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയല്ലാതെ. മദീന ഇത്ര വിങ്ങിപ്പൊട്ടി കരയുകയും ഇരുണ്ടുപോവുകയും അങ്ങേയറ്റം സങ്കടം സഹിക്കുകയും ചെയ്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല ആ റബീഉൽ അവ്വൽ 12 പോലെ, പ്രവാചകൻ മരണപ്പെട്ട റബീഉൽ അവ്വൽ 12 പോലെ എന്ന് ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ വിശ്വാസികൾ ഇന്നും കണ്ണീരോടുകൂടി വായിക്കുന്നു. ആ തിങ്കളാഴ്ച ദിവസത്തെ സുബഹി നമസ്കാരത്തിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അനുയായികളും ഇങ്ങനെ സഫ് കെട്ടി നിൽക്കുമ്പോൾ ആയിഷ ബീവിയുടെ വീടിന്റെ കർട്ടൻ നീക്കിയിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഴ്ച ഇങ്ങനെ നോക്കി നിന്നു. 23 വർഷക്കാലം കൊണ്ട് അള്ളാഹുവിന്റെ കിതാബ് പ്രവാചകന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടിയ വഹി ഓതിക്കൊടുത്ത് സംസ്കരിച്ചെടുത്ത ഒരു സമൂഹത്തെയും അതിന് എനിക്ക് ശേഷം നയിക്കേണ്ട ഒരു ഇമാമിനെയും ഒരു നേതാവിനെയും ആ നേതാവിന്റെ കീഴിൽ ഈ അനുയായികളുടെ അനുസരണയോടുകൂടി സഫ് കെട്ടി നിൽക്കുന്നതും പ്രവാചകനെ നോക്കി നിന്ന് പുഞ്ചിരിക്കുകയായിരുന്നു. പ്രവാചകന്റെ മനസ്സിലുള്ള ആഹ്ലാദമാണ് ആ പുഞ്ചിരി അവർ കണ്ടത്. പക്ഷേ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഫിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ ശ്രമിച്ചു. പ്രവാചക തിരുമേനി നമസ്കരിക്കാൻ വരുന്നുണ്ടെന്ന് സഹാബികളും ആ നമസ്കാരത്തിലാണ് ഇതൊക്കെ കാണുന്നത്. ഞങ്ങളുടെ നമസ്കാരം തന്നെ ആകെ ആ സന്തോഷം കൊണ്ട് എന്തോ ആയിപ്പോകും എന്ന് ഞങ്ങൾ ഭയപ്പെടുന്ന ഒരു നിമിഷമായിരുന്നു അത്. അബൂബക്കർ സിദ്ദീഖ് പിന്നോക്കെ ഇറങ്ങി സഫിലേക്ക് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ വരുന്നില്ലെന്ന്. ആ ദിവസം രാവിലെ സഹാബത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസത്തിന്റെ ദിവസമായിരുന്നു. നബിക്ക് രോഗം കുറച്ച് സുഖമായിട്ടുണ്ട് എന്ന് അവർ ധരിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ കാണാൻ ചെന്നു. ആയിഷ ബീവിയുടെ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ആളുകൾ കാത്തുനിന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൽ ഹസൻ കൈഫ അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അവസ്ഥ എന്താണ് ഒന്ന് പറയൂ. അലി പറഞ്ഞു റളിയല്ലാഹു തആല അൻഹു, അസ്ബഹ ബിഹംദില്ലാഹി ബാരിഅ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു, പടച്ചതമ്പുരാന്റെ കൃപ കൊണ്ട് ഇപ്പോ കുറച്ച് ആശ്വാസമാണ് തോന്നുന്നത് എന്ന്. സുനുജി എന്ന പ്രദേശത്ത് ഒരു 1.5 കിലോമീറ്റർ മദീനയിൽ നിന്ന് പോവാവുന്ന ഒരു സ്ഥലത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗതികളൊക്കെ അവിടെയാണുള്ളത്. അദ്ദേഹം അല്പൊരു ആശ്വാസമുണ്ടല്ലോ, അദ്ദേഹം വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ജോലിയിൽ വ്യാപൃതനായി. അങ്ങനെ കുറച്ചുകൂടി ളുഹാ സമയമായപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വിളിച്ചു. ഫസാറഹ ബിശൈഇൻ, അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് പ്രവാചക തിരുമേനി എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം കേട്ട് ഫാത്തിമ ബീവി കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വീണ്ടും ഫാത്തിമ ബീവി വിളിച്ചു. എന്നിട്ട് കാതിലെന്തോ മന്ത്രിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി ആ സ്വകാര്യം കേട്ട് അങ്ങേയറ്റം ആഹ്ലാദഭരിതയാകുന്നതാണ് കണ്ടു നിൽക്കുന്നവർക്ക് കാണാനായത്. ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആയിഷ ബീവി ആളുകൾ ചോദ്യം ചെയ്തു,
അപ്പോൾ പറഞ്ഞു സാറനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറനി അന്നഹു യുഖ്ബൽ ഫീ വജ്ഹിഹി അല്ലദീ തുവഫിയ ഫീഹി. മോളെ, ഉപ്പ മരിക്കാൻ പോവുകയാണ്, ഇനി ഉപ്പ ജീവിച്ചിരിക്കില്ല എന്നതാണ് ആദ്യത്തെ സ്വകാര്യം. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. പിന്നെ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നീ അവ്വലു അഹ്ലി ബൈത്തിഹി അത്ബഉഹു, എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നോടൊപ്പം ആദ്യം വന്നു ചേരുക എൻ്റെ പുന്നാര മോളായിരിക്കും. അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് പ്രവാചക തിരുമേനിയുടെ അന്ത്യനിമിഷങ്ങൾ ഇങ്ങനെ അടുക്കുകയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസവും പ്രവാചകൻ ഇങ്ങനെ വൈകുന്നേരം ചോദിക്കുമായിരുന്നു, ഇന്ന് ഞാൻ എവിടെയാണ്, നാളെ എനിക്ക് എവിടെയാണ് താമസിക്കേണ്ടത്. ഈ ചോദ്യം കേട്ട ഭാര്യമാർക്ക് മനസ്സിലായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം എന്തെന്ന്. അവർ പറഞ്ഞു, നിങ്ങൾ ആയിഷയുടെ വീട്ടിൽ തന്നെ നിന്നാൽ മതിയെന്ന്. അങ്ങനെ ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെയാണ് പ്രവാചകൻ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ആയിഷ ബീവിയുടെ ഈ വീട്ടിൽ നിന്നുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ വരുന്നു. പ്രവാചകന് വല്ലാത്ത വേദനയും വെപ്രാളവും ഒക്കെ വരാൻ തുടങ്ങുന്ന ഒരു സന്ദർഭം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ആയിഷ ബീവിയുടെ സഹോദരൻ കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഇപ്പോഴും അറബികൾ ഉപയോഗിക്കുന്ന ഈ അറാക്കിന്റെ കൊള്ളിയുണ്ട്. അതിലേക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കീശയിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്ന രണ്ട് സാധനങ്ങളിൽ ഒന്നതാണല്ലോ. ആ സുന്നത്താണ്, കൂലിയൊന്നും കിട്ടുന്ന സുന്നത്തിലെങ്കിലും ഇപ്പോഴും അവർ പിന്തുടരുന്നത്, ആ ഒരു ആദത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിലേക്ക് ഇങ്ങനെ പ്രവാചകൻ ഇങ്ങനെ ആഗ്രഹത്തോടു കൂടി നോക്കിയപ്പോ ആയിഷ ബീവി ചോദിച്ചു, പ്രവാചകരെ, അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ഇപ്പോ? അങ്ങനെ ആ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് യാറാക്കിന്റെ പുള്ളി വാങ്ങി. അത് കുറച്ച് പരുവരുത്തതായിരുന്നു. അതിന്റെ അറ്റം ആയിഷ ബീവി കടിച്ച് സോഫ്റ്റ് ആക്കിയിട്ട് പ്രവാചകന് കൊടുത്തു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഈ മിസ്വാക്ക് ചെയ്തു. എന്നിട്ട് ആയിഷ ബീവി എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന മിൻ നിഅമില്ലാഹി അലൈഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലാണ് മരണപ്പെട്ടത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഭാഗ്യമുള്ള കാര്യമാണ്. മാത്രവുമല്ല ബൈന സഹരി വനഹരി, എൻ്റെ മാറിടത്തിൽ കടന്നുകൊണ്ട് എൻ്റെ മാറിൽ ചേർന്ന് കിടന്നാണ് പ്രവാചകൻ മരിക്കുന്നത്. മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉമിനീരും എൻ്റെ ഉമിനീരും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടി കലർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ സംഭവം എങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ഈ പുതപ്പിങ്ങനെ വലിച്ചിടുകയും പുതപ്പ് പിന്നെ മുഖത്തുനിന്ന് മാറ്റിയിടുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു വല്ലാത്ത സക്രാത്തുൽ മൗത്തിന്റെ രംഗം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. പ്രവാചക തിരുമേനി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ നിന്ന് അത് വെള്ളത്തിൽ കൈയിട്ട് നെറ്റിയൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു അവസ്ഥ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു സമൂഹത്തോട്, അടുത്തുള്ള ആൾക്കാരോട്, ഇന്ന ലിൽ മൗതി സകറാത്ത്, മരണത്തിന് അതിൻ്റെതായ വല്ലാത്തൊരു വേദനയുണ്ട് കേട്ടോ. എന്നിട്ട് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നീട് അവസാനം അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ ഒരു മരണം സ്ഥിരീകരിച്ച രൂപത്തിലുള്ള ഒരു അടയാളം കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവസാന നാളുകൾ അങ്ങനെ പോവുക. പ്രവാചകന്റെ അവസാനത്തെ ഈ വെപ്രാളങ്ങളും ഈ സംഗതികളും ഒക്കെ ഉണ്ടാകുന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു 12-നാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉമ്മത്തുണ്ട് അവിടെ നോക്കി നിൽക്കുന്നു. പള്ളിക്കുള്ളിൽ ഇവിടുത്തെ അവസ്ഥകൾ എന്താണെന്നറിയാൻ അവരോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പഠിക്കേണ്ടതും പകർത്തേണ്ടതും. അവിടെ മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന സ്നേഹത്തിന് അർത്ഥവുമുള്ളൂ. അദ്ദേഹം
അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തെക്കുറിച്ചുള്ള ഗംഭീരമായ ഉപദേശങ്ങളുണ്ടായിരുന്നു. അവസാനം പോലും നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ചിട്ട കാണിക്കണം. നമസ്കാരമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്ന സംഗതി. ഇപ്പോഴും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ നമസ്കാരത്തിൽ അമാന്തം കാണിക്കുമ്പോൾ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന ഒരാൾ ജമാഅത്തുകളിൽ നിന്ന് പിന്തി നിൽക്കുമ്പോൾ മനസ്സിലാക്കാം ഇയാൾ പുറകോട്ട് പോകുന്നു. നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നതും നമസ്കാരമാണ്. വീടുകളിൽ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ കുട്ടികൾ വല്ലാതെ പുറകോട്ട് പോകുന്നു. പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരവസ്ഥയുണ്ടോ? പേടിക്കേണ്ടതുണ്ട്. അവരുടെ മനസ്സിൽ നിന്ന് ഇസ്ലാം ചോർന്നു പോകുന്നു എന്ന അവസ്ഥയെ പേടിക്കണം. അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത് വമൻ തറകഹാ ഫഖദ് കഫർ. നമുക്കും അവർക്കുമിടയിലുള്ള ഉടമ്പടി, വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരം നിലനിർത്തുക എന്നതാണ്. എപ്പോഴെങ്കിലും നിസ്കരിക്കുക എന്നുള്ളതല്ല, നമസ്കാരം മുറ പോലെ കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. ആര് അതിൽ വീഴ്ച വരുത്തുന്നോ, നമസ്കരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നുവോ, ഫഖദ് കഫറ, അവൻ കാഫിറായി പോകും എന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറഞ്ഞു കൊടുത്ത ആ സംഗതിയാണ് അവിടെ ഉണർത്തുന്നത്. ഇത്തഖുല്ലാഹ ഫീമാ മലക്കത് ഐമാനുക്കും. വിശ്വാസി മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണർത്തുകയാണ് പ്രവാചകൻ. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് യഥാർത്ഥത്തിൽ പേരിട്ട് വിളിക്കേണ്ടത്. അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ഒരുപാട് അമാനത്തുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, ബാധ്യതകളുണ്ട്. ആ ബാധ്യത നിർവഹണം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കേണ്ടത്, പ്രവാചകനോടുള്ള സ്നേഹം ഉൾപ്പെടെയുള്ള കടമകൾ നിർവഹിക്കേണ്ടത്, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത്, മുതിർന്നവരെ ബഹുമാനിക്കേണ്ടതും താഴെയുള്ളവരെ കീഴാളരായ ആളുകളെയും ചെറിയ തലമുറയെയും സ്നേഹിക്കേണ്ടതും കരുണ കാണിക്കേണ്ടതും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിഷയങ്ങളിൽ സഹകരിക്കേണ്ടതും തെറ്റായ വിഷയങ്ങളിൽ സഹകരിക്കാതിരിക്കേണ്ടതും, അങ്ങനെ പോകുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരുതരം ബോധം വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം, അവസാനത്തെ നിമിഷം അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഈ ആ വിരി, അദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത വിരി ചിലപ്പോൾ മുഖത്തേക്കാവും, അതിൽ നിന്നൊക്കെ അതൊക്കെ എടുത്തു മാറ്റിയിട്ട് സമൂഹത്തോട് അവസാനവും പറഞ്ഞുകൊണ്ടേയിരുന്നൊരു വാക്കുണ്ട്. അതെന്താണെന്നറിയോ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. എന്റെ സമുദായമേ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നസ്രാണികളെയും ജൂതന്മാരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അതാണ് കാരണം. അവരവരുടെ അമ്പിയാക്കന്മാരുടെ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകൾ അവർ മസ്ജിദുകളാക്കി മാറ്റി, ആരാധന നിർവഹിക്കപ്പെടുന്ന സ്ഥലങ്ങളാക്കി മാറ്റി. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചും പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ് എന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ അവസാനത്തെ ഈ നിമിഷത്തിൽ നമ്മളോട്, ലോകത്ത് അവസാനം വരെയുള്ള മുസ്ലിമീങ്ങളോട് ആ അവസാന സമയത്ത് പറഞ്ഞൊരു വാക്ക് നമ്മൾ ചെവിക്കൊള്ളേണ്ടതില്ലേ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ആ ഒരു വസിയ്യത്ത് പാലിക്കേണ്ടതില്ലേ? നമ്മളുടെ മരണപ്പെട്ടു പോയ പിതാക്കന്മാരുടെ മരണസമയത്ത് അവരുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട മക്കളെ, അവസാനമായി ആ ഉപ്പ പറഞ്ഞു വെച്ച സെന്റൻസ് നിങ്ങൾ പാലിക്കാതിരിക്കുമോ? പാലിക്കാതിരിക്കാൻ കഴിയുമോ? പ്രവാചക തിരുമേനി പേടിച്ചിരുന്ന സംഗതികളൊക്കെ, നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിരുന്ന സംഗതികളൊക്കെയാണ് ഈ ഉണർത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോടൊപ്പം പ്രവാചകന്റെ പ്രാർത്ഥന, പടച്ച തമ്പുരാനെ, അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ തമ്പുരാനെ. ഈ പ്രാർത്ഥന പ്രവാചകൻ മാസവുമായ ഒരു പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത്.
അവസാന നിമിഷങ്ങൾ ബോധത്തോടു കൂടിയാണോ മരിക്കാനാവുക, അല്ലാതെയാണോ മരിക്കാനാവുക എന്ന് നമുക്ക് ആർക്കാണ് ഉറപ്പിക്കാനാവുക? പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ നോക്കി നിൽക്കെ ആളുകൾ മരിച്ചു വീഴുന്ന ഒരു വല്ലാത്ത ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മളത് അനുഭവിക്കുന്നു. അവിടെ നോക്കി നിൽക്കെ കാണാതെയായി പോകുന്ന പശ്ചാത്തലം. എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആ സന്ദർഭമാകട്ടെ എന്ന് കാത്തുനിന്നാൽ സാധിക്കില്ല. അല്ലാഹുമ്മഗ്ഫിർലി, പടച്ച തമ്പുരാനെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന പ്രാർത്ഥന നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയേ നിർവാഹമുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു പ്രവാചകൻ. വർഹംനി, രണ്ട് കാര്യം പരലോകത്ത് വേണം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിലെത്താൻ ആവില്ലെന്ന് പഠിപ്പിച്ചു പ്രവാചകൻ. എന്നിട്ട് പ്രവാചകന്റെ അന്ത്യനിമിഷത്തിൽ പോലും അത് ആളുകൾക്ക് ഓർമ്മ വരാൻ വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടെണ്ണം പറഞ്ഞു. അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി, നിന്റെ മാഫിറത്തും നിന്റെ മർഹമത്തും, ഈ രണ്ട് കാര്യമില്ലാതെ സ്വർഗത്തിലെത്തൂല എന്നാണ് നമ്മളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു പ്രവാചകൻ. വഅൽഹിഖ്നി ബിർറഫീഖ്, എന്റെ കൂട്ടുകാരായ ആളുകളോടൊപ്പം, പ്രവാചകന്മാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ ജീവിതം അവസാനിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങൾ. ഈ അന്ത്യനിമിഷങ്ങളെ കുറിച്ച് ഓർത്തു പോവേണ്ട ഒരു മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും പോകുന്നത്. അങ്ങനെ ഈ മാസത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന യാതൊരു വിചാരവുമില്ലാതെ ആളുകൾ പെരുമാറും. ആ ദിവസം തന്നെ തെരഞ്ഞു നോക്കിയിട്ട് ആളുകളെ ആഹ്ലാദഭരിതരും തുള്ളിച്ചാടുന്നവരും വലിയ എന്താ പറയാ മ്യൂസിക്കുകൾ ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുകയും ആർമാദിക്കുകയും ചെയ്യുന്ന ഒരു പരുവത്തിലേക്ക് മുസ്ലിം സൊസൈറ്റിയെ രൂപപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. കുറെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതിന് ഇസ്ലാമികമായ മാനമെന്ത് എന്ന് പഠിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മതം പഠിച്ചാചരിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖവാത്ത് ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തുകയും തെറ്റായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ ആചരിക്കുന്നുണ്ട് എങ്കിൽ അവയെ തിരുത്താൻ ഹൃദയവിശാലത കാണിക്കുകയും ചെയ്യണം എന്ന് വളരെ ഗൗരവബുദ്ധിയായി ഞാൻ ഒന്നുകൂടെ എന്നെയും പിന്നെ നിങ്ങളെയും ഉണർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ചു. പ്രധാനപ്പെട്ട ആരും അപ്പോൾ ആയിഷ ബീവിയുടെ വീട്ടിലില്ല, പള്ളിയിലുമില്ല. ഫാത്തിമ ബീവി അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ അടുത്തേക്ക് ആളയച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖിനെ വിവരമറിയിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ അടുത്തേക്ക് ആളയച്ചു. അങ്ങനെ പല സ്ഥലത്തേക്കും ആളുകൾ പോയി. ആദ്യം എത്തിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹം പക്ഷേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെ അദ്ദേഹത്തെ വിളിച്ചാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞല്ലോ, എന്നെ കഴിച്ചാൽ പിന്നെ പ്രവാചകരെ നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, നീ മുഅ്മിനായിട്ടില്ല. അവിടെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. സ്വന്തം ശരീരത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ലോകത്തുള്ള മറ്റുള്ള എല്ലാവരെക്കാളും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസിയാവുകയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് കാണിച്ചിരുന്ന വല്ലാത്തൊരു സ്നേഹത്തിന്റെ ഒരു പരമകാഷ്ഠയിൽ നിൽക്കുന്ന അവസ്ഥയിൽ പ്രവാചകൻ മരിച്ചു എന്ന് അംഗീകരിക്കാൻ അദ്ദേഹത്തിനായില്ല. ഇല്ല, പ്രവാചകൻ മരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ആരെങ്കിലും പ്രവാചകൻ മരിച്ചു എന്നെങ്ങാനും പറഞ്ഞാൽ ഈ വാളിനിരയാകും അവൻ. സഹാബത്ത് ഇങ്ങനെ എന്താണ് ഇപ്പൊ സംഭവിച്ചത് എന്നറിയാതെ ഓടിക്കൂടുന്ന ആളുകൾ കാണുന്നത് ഈ ഉമറിനെയാണ്. അവർക്ക് എന്ത് സംഭവിച്ചു അറിയാൻ ഒരു നിവൃത്തിയുമില്ല. ആരെയും അങ്ങോട്ട് പോകാൻ ധൈര്യവുമില്ല. ഉമർ ബിൻ ഖത്താബാണ് അവിടെ ഉള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ നേരത്തെ പറഞ്ഞ സുലഹിൽ നിന്ന് പെട്ടെന്ന് വന്നു. അങ്ങനെ വന്നു നോക്കുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച ഈ പറയുന്നതൊക്കെയാണ്. ഉമർ ഇങ്ങനെ കിടന്നിട്ട് വല്ലാതെ വെപ്രാളപ്പെടുന്നു. ആളുകൾ എന്താണ് സംഭവിച്ചെന്നറിയാതെ ആരോടും ഒന്നും സംസാരിക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം മകളുടെ റൂമിലേക്ക് കയറിച്ചു. പ്രവാചകന്റെ മുഖത്തുണ്ടായിരുന്ന ആ വിരി പ്രവാചകന്റെ മുഖത്ത് നിന്ന് മാറ്റിയിട്ട് പ്രവാചകന്റെ മുഖത്ത് ഉമ്മ വെച്ചു. എന്നിട്ട് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. പള്ളിയിലെ ഈ അസ്വസ്ഥതകൾ കണ്ടിട്ട് വല്ലാത്ത സങ്കടവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇടപെടേണ്ട സമയമാണെന്ന് മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അതിശക്തമായ ഭാഷയിൽ ഇജ്ലിസ് യാ ഉമർ എന്ന് പറഞ്ഞു നോക്കി. ഇരിക്കുമർ. ഉമർ കേട്ടില്ല റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മിമ്പറിലേക്ക് കയറി നിന്നുകൊണ്ട് ഹംദും സലാത്തും ഒക്കെ ചൊല്ലിയിട്ട് ക്രിസ്തുമായി സംസാരിച്ചു. ആ സംസാരത്തിൽ ഇതാണ്: വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ബാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ജനസമൂഹം അങ്കലാപ്പിലാകുമ്പോ ആ അങ്കലാപ്പ് വളർന്ന് പിന്നീട് അത് മതത്തിന് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയായി വരുന്നതിന്റെ ആദ്യത്തെ നിമിഷം അത് കാണുന്ന ആളുകൾക്ക് അത് തിരുത്തേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരായ ആളുകൾ ഈ മലയാളക്കരയിൽ തിരുത്താതിരുന്നതിന്റെ ഫലമാണ് നമുക്കിടയിൽ കാണുന്ന ഈ കക്ഷിത്വങ്ങളൊക്കെയും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. വിവരമുള്ള ആളുകൾ, പറയേണ്ട ആളുകൾ പറയണമായിരുന്നു അപ്പോ ഇത് ശരിയല്ലെന്ന്. അത് പറയാൻ മടിച്ചു നിന്നാലുണ്ടാകാവുന്ന പ്രശ്നം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് നന്നായി അറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കേറിയിട്ട് പറഞ്ഞു, അലാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മൻ കാന യഅ്ബുദ് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് എന്ന വ്യക്തിയായിരുന്നു ആരാധിച്ചിരുന്നത് എങ്കിൽ കേട്ടോളൂ, മുഹമ്മദ് മരണപ്പെട്ടു പോയിരിക്കുന്നു. അത് അദ്ദേഹം ആ റൂമിൽ വെച്ച് ഉറക്കെ നേരത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മയ്യത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് 2 മരണം ഉണ്ടാകില്ലല്ലോ പ്രവാചകരെ. താങ്കളുടെ ഒരു മരണമേ ഒരാൾക്കുള്ളൂ. ആ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് പള്ളിയിലുള്ള സഹാബത്ത് പ്രവാചകന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അതുവരെ ഉമറുണ്ടാക്കിയ അങ്കലാപ്പിലായിരുന്നു അവർ. സ്ഥിരീകരിച്ചു, ഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ ആ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മരണമില്ലാത്തവനുമാണ്, മരിക്കാത്തവനുമാണ്. വഖാൽ, എന്നിട്ട് ആയത്തുകൾ 1-2 ആയത്തുകൾ ഓതി. സൂറത്ത് സുമറിലെ 30-ാമത്തെ ആയത്ത്, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. പ്രവാചക തിരുമേനിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാവരും മരിക്കുന്നവരാണെന്നുള്ള സന്ദേശം. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 144-ാമത്തെ ആയത്ത് കൃത്യമായി പഠിപ്പിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. എത്ര ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. 1,00,000-ൽ പരം മുർസലുകൾ, അമ്പിയാക്കന്മാരും വന്നുപോയിട്ടില്ലേ? അതുപോലെയുള്ള ഒരു നബി മാത്രമാണ് നിങ്ങളുടെ പ്രവാചകൻ എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി ഉണ്ടായ സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകൾ പിന്തിരിഞ്ഞു പോവുകയും പ്രവാചകനോടൊപ്പം പ്രവാചകൻ മരിച്ചാൽ പിന്നെ ദീനില്ല എന്നൊരവസ്ഥ ഏറെക്കുറെ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തപ്പോ അള്ളാഹുവിന്റെ കിതാബിൽ കൃത്യമായ ഒരു ലൈൻ പറഞ്ഞത്, പ്രവാചകൻ സ്വാഭാവികമായി മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവുകയോ
ഇനി നിങ്ങളെങ്ങാനും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ മതത്തിൽ നിന്ന് പ്രവാചകൻ മരിച്ചു എന്നതിന്റെ പേരിൽ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അള്ളാഹുവിന് അതുകൊണ്ട് ഒരു ഉപദ്രവം സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും സംഭവിക്കൂലോ എന്ന് പച്ചമലയാളം. വസയജ്സില്ലാഹു ശാകിരീൻ, നന്ദി കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വമ്പിച്ച പ്രതിഫലവും നൽകും എന്ന് പറഞ്ഞു. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഈ ആയത്ത് വല്ലാതെ ഏശി. അദ്ദേഹം പറയുന്നു, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാൽ വല്ലാഹി മാ ഹുവ ഇല്ലാ അൻ സമീഅത് അബൂബക്കറിൻ തലാ. എനിക്കെന്തോ ഒരു വല്ലാത്തൊരു എന്റെ കാലൊക്കെ കൊയ്യുന്ന പോയി അശക്തനാകുന്ന പോലെ തോന്നി. എന്റെ കാലിന്മേൽ എനിക്കിങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ, ഞാൻ ഭൂമിയിലേക്ക് ആണ്ടു പോവുകയാണോ എന്നൊക്കെ തോന്നിപ്പോകുന്നൊരവസ്ഥ. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് ഒക്കെ പറയുന്നു, ഞങ്ങൾ ഈ അബൂബക്കർ സിദ്ദീഖ് ഈ ആയത്ത് ഓതുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ടോ എന്ന് പോലും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ് ഇത് ആദ്യം ഓതി ഞങ്ങൾ ആശയം പഠിപ്പിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ അത്ര ഈ ആയത്ത് വേണ്ടത്ര പഠിച്ചിരുന്നില്ല എന്ന് സാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് ശരിക്കും അങ്ങോട്ട് ഉൾക്കൊണ്ടുപോകും. അതിന്റെ ഈമാനികമായ വശവും കൃത്യമായിട്ടാണ് ഉൾക്കൊണ്ടു. ഇത് ഒരു റബീഉൽ അവ്വൽ 12 സംഭവിച്ചത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ എന്ന് ഖുർആൻ സർട്ടിഫൈ ചെയ്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹജ്ജത്തുൽ വദായിൽ വെച്ച് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു എന്നാണോ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഉണ്ട് പ്രവാചകരെ, താങ്കൾ പൂർണ്ണമായും ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് സഹാബത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് കടന്നുപോയത്. സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ വിദൂരമാക്കുന്നതുമായ ഒരു കാര്യവും ഞാൻ പറയാതെ വിട്ടേച്ചു പോയിട്ടില്ല എന്ന് പ്രവാചക തിരുമേനി അവരെ തെര്യപ്പെടുത്തിക്കൊണ്ടാണ് കടന്നുപോയത്. ഒരുപാട് സംസ്കാരങ്ങൾ, നല്ല മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ അവയൊക്കെയുള്ള ഒരു സമൂഹത്തെ 23 കൊല്ലക്കാലം കൊണ്ട് വാർത്തെടുത്തിട്ടാണ് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് വാങ്ങിക്കൊടുത്ത് അത് ആ നേരത്തെ സൂചിപ്പിച്ച ആ സുബഹി നമസ്കാരത്തിന്റെ സഫിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നിൽ ഇങ്ങനെ അണിയണിയായി നിൽക്കുന്ന തന്റെ അനുചരന്മാരെ നോക്കി കൺകുളിർക്കെ കണ്ടുകൊണ്ട് സായുജ്യമടഞ്ഞിട്ടാണ് ആ പ്രവാചകൻ തിരിച്ചു പോകുന്നത്. നിരവധി വസീയത്തുകൾ പ്രവാചകൻ ചെയ്യുമ്പോ അവസാനം പറഞ്ഞ ഒന്ന് രണ്ട് വസീയത്തുകളുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. നിങ്ങളൊന്ന് പോയി നോക്കൂ മദീനയിൽ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ് എന്ന അല്ലാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്തത് കൊണ്ടാണ് അത്ര ഭദ്രമായി 3 മറകൾക്കകത്ത് ആർക്കും എത്തിപ്പെടാത്ത സുരക്ഷിതമായ കവചങ്ങൾക്കകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ ക്ലിപ്പുകൾ? ഇത് അങ്ങനെയുള്ള തൗഹീദുള്ള ഒരു ടീമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗദി അറേബ്യയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരു തരി മണ്ണ് പോലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നത് ഖബർ പൂജ ചെയ്യുന്ന ഉലമാക്കളാണ്, ഖബർ പൂജ ചെയ്യുന്ന ആളുകളാണ്. ഈ ഖബർ വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് നിങ്ങൾ ആ പദം ഒന്നുകൂടി കേൾക്കൂ. നിങ്ങൾ കിടത്തി വെച്ച ഖബറുകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് വസനൻ യുഅബദ് എന്നാണ്. ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളെന്ന് നമ്മൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അത്തരം സംഗതികളെ കാണാറ്. അങ്ങനെയുള്ള വല്ലാത്ത രണ്ടാമത്തത് നമ്മുടെ ഈ നമസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ഈ കൃത്യതയും അമാനത്തുകൾ കാത്തു സൂക്ഷിക്കണം എന്ന പ്രവാചക തിരുമേനിയുടെ കൽപ്പനയും. ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രവാചകരെ ഓർക്കുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാവേണ്ടതാണ്. ഈ ഒരു മാസത്തിൽ നമ്മൾ മറന്നുപോവാതെ മനസ്സിൽ വെക്കേണ്ട ചരിത്രപരമായ മുഹൂർത്തങ്ങൾ, അള്ളാഹു നമ്മയിൽ പ്രവാചകനിലൂടെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ഇതൊക്കെ പഠിച്ചറിയണം എന്നാണ് വളരെ വിനീതമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി ആചരിക്കുന്ന നല്ല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കിഡ്നി പേഷ്യൻസിന് വേണ്ടിയുള്ള കലക്ഷനാണ് ഇന്ന് എടുക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് നന്നായി സംഭാവന ചെയ്യണം എന്നുണർത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ടു നിൽക്കേ ആളുകൾ മരിച്ചു പോകുന്ന ഒരു സംഭവ വികാസത്തിന് സാക്ഷിയാകുന്നു നമ്മളിന്നും പരപ്പനങ്ങാടിയിൽ. നമ്മുടെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ഹയർ സെക്കൻഡറി 2ാം വർഷ വിദ്യാർത്ഥിയുടെ മരണം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട അനിയന് പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദീർഘകാലം കിടപ്പിലായി പോകുന്ന രോഗങ്ങൾക്ക് ശേഷമുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ച് ദീനിൽ പൂർണ്ണമായി അടിയുറച്ചു നിന്ന് ജീവിക്കുന്ന നല്ല മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മതം കുറെ കൂടി നന്നായി പഠിക്കുന്ന നല്ല വിദ്യാർത്ഥികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മാറ്റി തീർക്കുമാറാവട്ടെ. മതപരമായ കാര്യങ്ങൾ മരിക്കുന്നതുവരെ പഠിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ അങ്കുരിപ്പിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇന്ന കാര്യങ്ങളൊക്കെ ദീനിൽ തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അത് ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ആർജവും ധൈര്യവും തോന്നിച്ചയും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. നേരത്തെ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഉറ്റവർ, ഉടയവർ, നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ എല്ലാവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. മാനസികമായി വ്യഥയനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.